Invite Arun to share the word. Praise God. Translate ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? സാമങ്കിൾ കേൾക്കാമോ? ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? Translation വേണോ? Can you manage? ഞാൻ എന്നാ ഇംഗ്ലീഷിലുള്ള വേഴ്സ് മലയാളത്തിൽ അവിടെ ഉറക്ക വായിക്കാമെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ ഇംഗ്ലീഷിൽ ബാക്കി മാനേജ് ചെയ്യാൻ നോക്കാം. Yeah. Thank you. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ദൈവം നിങ്ങളടുത്ത് പറയാൻ തന്നിരിക്കുന്ന ചിന്ത ഫ്രം ജെയിംസ് ചാപ്റ്റർ 1 2 to 4. Okay. James chapter 1 verse 2 and 3. Consider it all joy, my brethren, when you encounter various trials, knowing that the testing of your faith produces endurance. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളാൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നെണ്ണുവിൻ. Okay, so it is talking here about people who go through trials, in the sense that people who are persecuted for the sake of Christ, for following Christ, people who undergo various trials in their lives and they still have to hold on to the Lord. They still hold on to the Lord, and that will help them get through trials. ഇവിടെ പലവിധ ശോധനകളാൽ, പരീക്ഷകളാൽ, പീഡനങ്ങളാൽ കടന്നു പോകുന്നവര് ആ പീഡനങ്ങളിലും കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ വേണ്ടി അവരെ ഉത്ബോധിപ്പിക്കുവാൻ, പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി എഴുതിയിരിക്കുന്ന വചനങ്ങളാണിവ. So we read here that when you go through trials, that your faith is tested. ഇവിടെ നാം വായിക്കുന്നത്, നമ്മൾ പരിശോധനകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നു. It's not that when you go through trials that it produces a faith, but you have faith, and when you go through trials you apply that faith in trials. നമ്മൾ പരിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസം ഉളവാക്കപ്പെടുന്നു എന്നുള്ളതല്ല, നമുക്ക് വിശ്വാസമുണ്ട്, ആ വിശ്വാസം പരിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ പരീക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. And when that faith is applied, when you go through trials, it produces endurance or patience. ഈ പരിശോധനയിലൂടെ വിശ്വാസം കടന്നു പോകുമ്പോൾ അത് സഹിഷ്ണുതയെ ഉളവാക്കുന്നു. And what we mean by patience, it's like you're holding on to this huge burden or this huge weight, and when you go through this trial, your trust in the Lord Jesus helps you hold on to that weight, and you won't let go of it, in the sense that it is constant. There is consistency in that endurance and patience. It's not like you let go of that burden when things go easy. No, you hold on to this burden every day, holding on to Jesus. നമ്മളുടെ ഈ ഭാരം നമ്മൾ സഹിഷ്ണുതയിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ വിട്ടുകളയുക എന്ന് ഉള്ളതല്ല, അല്ലെ ഉപേക്ഷിക്കുക എന്നുള്ളതല്ല, മറിച്ച് യേശുവിലുള്ള നമ്മുടെ ആ വിശ്വാസത്താൽ, നമ്മുടെ ആ ഉറപ്പിനാൽ ഈ വിശ്വാസത്തെ, ഈ ഭാരത്തെ സഹിഷ്ണുതയോടുകൂടെ, സ്ഥിരതയോടുകൂടെ നമ്മൾ അതിനെ മുറുകെ പിടിക്കുന്നു എന്നുള്ളതാണ്. And the beauty of a believer when they go through trials like this is that in every instance you are being made more and more like Jesus Christ. വിശ്വാസിയുടെ മനോഹരിത എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പരിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ കൂടുതലായി യേശുവിൻ്റെ സ്വരൂപത്തിലേക്ക്
ആ വിശ്വാസി ആയിത്തീരുന്നു. So, for someone who understands the wisdom of God, for someone who speaks to God, for someone who has a relationship with Jesus Christ, I don't think it will be difficult to face trials like this. ദൈവത്തിൻ്റെ ജ്ഞാനത്തെ മനസ്സിലാക്കുന്ന വ്യക്തി, ദൈവവുമായിട്ട് ബന്ധമുള്ള വ്യക്തി ഇങ്ങനെയുള്ള പരിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ വഹിക്കുവാന് പ്രയാസമുണ്ട് എന്ന് വിചാരിക്കുന്നില്ല. But we still are in our flesh, and we also go through times in our lives where we feel weak, and when we face with big trials in our lives, we just crumble at the sight of it. എന്നിരുന്നാലും നമ്മൾ ജഡത്തിലായിരിക്കുന്നതിനാൽ നമുക്ക് നമ്മുടേതായ ബലഹീനതകളുണ്ട്. അതിനാൽ പരിശോധനയിലൂടെയും പരീക്ഷയിലൂടെയും കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മൾ പരാതിപ്പെടാറുണ്ട്. I mean, when I say being in the flesh is not an excuse, what I'm trying to say is because we don't rely on the grace that Jesus gives us, we tend to fall when we face trials. ഞാൻ ജഡത്തിലായിരിക്കുമ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ ബലഹീനതകളിൽ നമുക്കൊരു ഒഴിവ് പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുള്ളത് കൊണ്ട് നമ്മൾ ഈ പരിശോധനകളിൽ ചില വീഴുവാൻ സാധ്യതയുണ്ട്. And the end result is that we end up becoming a non-productive Christian. അതിൻ്റെ ആത്യന്തികമായിട്ട് ഫലം നമ്മൾ ഫലം പുറപ്പെടുവിക്കാത്ത ക്രിസ്ത്യാനികളായി തീരുക, വിശ്വാസികളായി തീരുക എന്നുള്ളതാണ്. So what do you do when something like this happens? The next thing you need to do is you need to ask God for wisdom, as we read in James chapter 1 verse 5. But if any of you lack wisdom, let him ask of God, who gives to all generously and without reproach, and it will be given to him. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, ജ്ഞാനത്തിൽ അറിവിൽ കുറവുണ്ടാകുമ്പോൾ അടുത്ത കാര്യം നാം ചെയ്യേണ്ടത് യാക്കോബിൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ. So the first point that I would like to share with you is, let's all ask ourselves, what is this wisdom? ഒന്നാമത്തെ പോയിന്റ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായി ആഗ്രഹിക്കുന്നത്, ആദ്യമായിട്ട് നമുക്ക് ചോദിക്കാം, എന്താണ് ഈ ജ്ഞാനം? We all know that wisdom is not the worldly knowledge. It is basically asking God, listening to God on what he is saying and trying to apply that in your own life. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ജ്ഞാനം എന്ന് പറയുന്ന ലോകപരമായിട്ടുള്ള അറിവല്ല, അടിസ്ഥാനപരമായിട്ട് അത് ദൈവത്തോട് സംസാരിക്കുന്നു. ദൈവം പറയുന്നത് ശ്രദ്ധയോടെ കേട്ട് ആ പറയുന്ന കാര്യം നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതാണ്. Another way to explain wisdom is, as Christians, as believers, we know that we live in a world created by God, and we are people who hold on to Christian values at our very core. So if you've got to live in God's world, we need to live in God's way. വേറൊരു തരത്തിൽ ഇതിനെ വിവരിക്കുകയാണെങ്കിൽ, നമ്മൾ വിശ്വാസികൾ എന്ന നിലയിൽ നമുക്കെല്ലാം അറിയാം, നാം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. അപ്പം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ നിലവാരത്തിൽ ജീവിക്കണമെങ്കിൽ നാം ദൈവത്തിൽ നിന്ന് കേട്ട് ജീവിക്കേണ്ടിയിരിക്കുന്നു. And this godly wisdom, another thing we need to think about is, this wisdom is rooted in the Christian worldview. ഈ ദൈവിക ജ്ഞാനം അത് വേരൂന്നിയിരിക്കുന്നത് ക്രിസ്തീയ ചിന്താഗതിയിലാണ്, ക്രിസ്തീയ ലോകത്തിലാണ്. And what is this Christian worldview? എന്താണ് ഈ ക്രിസ്തീയ ലോക കാഴ്ചപ്പാട്? The Christian worldview is that God created us for fellowship.
ക്രിസ്തീയ കാഴ്ചപ്പാട് എന്ന് പറയും ദൈവം നമ്മെ സൃഷ്ടിച്ചത് ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മയ്ക്കായിട്ടാണ്. For his own glory, God created man in his own image. ദൈവത്തിന്റെ തന്നെ മഹത്വത്തിനായിട്ട് ദൈവം മനുഷ്യനെ സ്വന്തം സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. And this fellowship was broken due to sin. ഈ കൂട്ടായ്മ പാപത്താൽ വിച്ഛേദിക്കപ്പെട്ടു. And to restore this fellowship, because he's a God who loves us, he sends his own son to die on the cross. ഈ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി ദൈവം തൻ്റെ പുത്രനെ ക്രൂശിൽ യാഗമാകുവാൻ വേണ്ടി അയച്ചു. And us believing in the resurrection power, believing in the death and resurrection power of our Lord Jesus Christ, Jesus has become our way, our life, and our truth. ഈ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തിയിൽ വിശ്വസിക്കുന്ന നമുക്ക് യേശുക്രിസ്തു നമുക്ക് വഴിയും സത്യവും ജീവനുമായി തീർന്നു. Dear brothers and sisters, that is the Christian worldview in the best way I can explain to you. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇതാണ് ക്രിസ്തീയ കാഴ്ചപ്പാട്, ക്രിസ്തീയ ലോകത്തിന്റെ കാഴ്ചപ്പാട്. ഇത് ഏറ്റവും വിശദമായിട്ട് എനിക്ക് നിങ്ങളോട് വിവരിക്കുവാൻ കഴിയുന്നത്. And for the Christian, there is no religious or secular life. The Christian life is the only life there is. ഒരു ക്രിസ്ത്യാനിക്ക് മതപരമായിട്ടോ ലോകപരമായിട്ടോ അല്ലെ സെക്യുലർ ആയിട്ടുള്ള ഒരു ജീവിതമില്ല. ഒറ്റ ജീവിത രീതിയേ ഉള്ളൂ. And that is the Christian life. അതാണ് ക്രിസ്തീയ ജീവിതം. So we now spoke about what wisdom is. Now let's move on to the second point that I wish to share with you. Why do we need wisdom? ഒന്നാമത്തെ വസ്തുത ഞാൻ നിങ്ങളോട് പങ്കുവെച്ചു, ജ്ഞാനത്തെക്കുറിച്ച്. രണ്ടാമതായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഈ ജ്ഞാനം ആവശ്യമായിരിക്കുന്നത്. We read in Proverbs chapter 1 verse 3. നമ്മൾ സദൃശവാക്യം 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ വായിക്കുന്നു. I'll just read the first part of that verse. To receive instruction in wise behavior. 1-ാം ഭാഗം അതിന്ന് വായിക്കാം. എടുത്തെങ്കിൽ Augustine brother, let's read from verse 3 to verse 6. 3 മുതൽ 6 വരെയുള്ള വാക്യം വായിക്കാം. പരിജ്ഞാനം, നീതി, ന്യായം, നേര് എന്നിവയ്ക്കായി പ്രബോധനം ലഭിക്കുവാനും അല്പബുദ്ധികൾക്ക് സൂക്ഷ്മബുദ്ധിയും ബാലന് പരിജ്ഞാനവും വകതിരിവും നൽകുവാനും ജ്ഞാനി കേട്ടിട്ട് വിദ്യാഭിവൃദ്ധി പ്രാപിക്കുവാനും ബുദ്ധിമാൻ സതുപദേശം സമ്പാദിക്കുവാനും സദൃശവാക്യങ്ങളും അലങ്കാരവചനങ്ങളും ജ്ഞാനികളുടെ മൊഴികളും കടങ്കഥകളും മനസ്സിലാക്കുവാനും അവ ഉതകുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. പോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. So in the English Bible, the first half of the third verse is to receive instruction in wise behavior. ഇംഗ്ലീഷ് പരിഭാഷയിൽ 3-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം നിർദ്ദേശം പ്രബോധനവും ലഭിക്കാൻ എന്ന് പറഞ്ഞിരിക്കുന്നു. So I was trying to think about our behavior, and we need wisdom from God to make sure that our behavior towards God is right, and also our behavior towards others around us is also right. നമുക്ക് ഈ സ്വഭാവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, നമുക്ക് ദൈവത്തോടുള്ള ആ ബന്ധത്തില് സ്വഭാവത്തില് മറ്റുള്ളവരോടുള്ള ബന്ധത്തിലുള്ള നമ്മുടെ സ്വഭാവം അത് നേരായിരിക്കണമെങ്കിൽ ശരിയായിരിക്കണമെങ്കിൽ നമുക്ക് പരിജ്ഞാനം ആവശ്യമാണ്. We see when in Exodus chapter 34, when Moses is given the first, we know that the first tablets were broken, and after that when God gives another set of tablets to Moses at Mount Sinai, we see that how Moses prepared himself,
the behavior of Moses when he approaches Mount Sinai. സദൃശ പുറപ്പാട് പുസ്തകത്തിൽ 34-ാം അധ്യായത്തില് ദൈവം ആദ്യത്തെ കൽപ്പനകൾ മോശയ്ക്ക് കൊടുത്തപ്പോൾ ഇസ്രായേൽ ജനം പാപം ചെയ്തതിന്റെ ഫലമായിട്ട് മോശ ആ കൽപ്പനകളെ തകർത്ത് കളഞ്ഞ് രണ്ടാമതായിട്ട് ദൈവത്തിൽ നിന്ന് കൽപ്പന സ്വീകരിക്കുന്നതിനു വേണ്ടി എങ്ങനെയാണ് മോശ തന്നെത്താൻ ഒരുങ്ങുന്നതെന്ന് നമുക്കവിടെ കാണാം. In verse 4 of Exodus chapter 34, we see that Moses rose up early in the morning and went up to Mount Sinai. 34-ാം അധ്യായത്തില് അതിൻ്റെ 4-ാം വാക്യത്തില് നമ്മൾ കാണുന്നു മോശ അതിരാവിലെ എഴുന്നേറ്റ് ദൈവം കൽപ്പിച്ചതുപോലെ സീനായി പർവ്വതത്തിലേക്ക് പോകുന്നത്. Now this is how Moses behaves towards such a great holy God, making God and God alone the first priority of that day. ഇങ്ങനെയാണ് മോശ ഇത്ര വലിയവനായ ദൈവത്തെ മാനിക്കുന്നതിന് ദൈവത്തിന്റെ അടുത്തേക്ക് പോകുവാന് തന്നെത്താൻ ഒരുങ്ങുന്നത്. Verse 5 of Exodus 34, we see that the Lord descended in the cloud and stood there with him as he called upon the name of the Lord. അടുത്ത 5-ാം വാക്യം 34-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തില് നമ്മൾ കാണുന്നത് ദൈവം മേഘത്തില് ഇറങ്ങി മോശയുടെ അടുത്ത് നിൽക്കുന്നതായിട്ട്. മോശ ദൈവത്തിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ. Now we see that Moses was very much aware about the presence of God with him. ഈ ഒരു കാര്യം നമ്മൾ ഇവിടെ കാണുന്നു. ദൈവത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് മോശയ്ക്ക് വളരെ അധികം ബോധമുണ്ടായിരുന്നു, അവബോധമുണ്ടായിരുന്നു. And here when we read that the Lord descended in the cloud, this cloud represents the Shekinah glory of the Lord. ഇവിടെ മേഘത്തിൽ ദൈവം ഇറങ്ങി എന്ന് നാം കാണുന്നത് ഈ മേഘം ദൈവത്തിന്റെ ഷെക്കൈന മഹത്വത്തെ കാണിക്കുന്നതാണ്. Now why I'm dwelling on the glory of God is because the behavior of Moses was very much apt and responsive to the glory of God. എന്തുകൊണ്ടാണ് ഞാൻ ദൈവത്തിന്റെ മഹത്വത്തെ ഇത്രമാത്രം ഊന്നി പറയുന്നത് ചോദിച്ചാല് ദൈവത്തിന്റെ മഹത്വത്തോടുള്ള മോശയുടെ പ്രതികരണം ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു. And the Shekinah glory of God represents his very own presence with his people, where God tabernacled with man. ദൈവത്തിന്റെ ആ ഷെക്കൈന മഹത്വം, ദൈവത്തിന്റെ സാന്നിധ്യം തന്റെ ജനത്തിന്റെ മധ്യത്തിലുള്ളതിന്റെ അടയാളമായിരുന്നു. And this is the same glory of God that covered Mount Sinai. ഇതേ മഹത്വം തന്നെയാണ് സീനായി മലയെ മൂടിയ ആ മഹത്വം. This is the same glory of God that appeared to the people of Israel when they complained about food. ഇസ്രായേൽ ജനം ഭക്ഷണത്തെക്കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ അവിടെ ഇറങ്ങി വന്ന ആ മഹത്വം ഇവിടെ നാം കാണുന്ന ഇതേ മഹത്വം തന്നെയാണ്. This is the same glory of God that guided the people of Israel as a pillar of cloud, giving them protection. ഇതേ മഹത്വം തന്നെയാണ് ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ മേഘസ്തംഭത്തിൽ എന്ന പോലെ ദൈവം നയിച്ചപ്പോൾ വെളിപ്പെട്ടത്. We see this great glory of God when Moses changed his own tent of dwelling into the tent of meeting, where he interceded for the people of Israel. ഇതേ ദൈവത്തിന്റെ മഹത്വം തന്നെയാണ് മോശ ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ നിന്ന് തന്റെ കൂടാരം എടുത്ത് ദൈവത്തെ കണ്ടുമുട്ടുന്ന ആ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചപ്പോഴും നമ്മൾ കാണുന്നത്. And we see the same glory of God that filled Solomon's temple. ശലോമോൻ പണിത ദേവാലയത്തിൽ നിറഞ്ഞു കവിഞ്ഞ ആ ദൈവത്തിന്റെ മഹത്വവും ഇത് തന്നെയാണ്. We see this great glory of God as pre-incarnate Jesus in Ezekiel chapter 1 verse 28. ഇതേ മഹത്വം തന്നെയാണ് യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുന്ന എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തില് 1-ാം അധ്യായത്തില്.
I will read verse 27 and 28 in English first. Then I noticed from the appearance of his loins and upward something like glowing metal uh, that looked like fire all around within it. And from the appearance of his loins and downward, I saw something like fire, and there was radiance around him. As the appearance of the rainbow in the clouds on a rainy day, so was the appearance of the surrounding radiance. Such was the appearance of the likeness of the glory of the Lord. And when I saw it, I fell on my face and heard a voice speaking. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 26-21 വാക്യങ്ങൾ. അവയുടെ തലയ്ക്ക് മീതെയുള്ള വിധാനത്തിന് മീതെ നീലക്കല്ലിന്റെ കാഴ്ച പോലെ സിംഹാസനത്തിന്റെ രൂപവും സിംഹാസനത്തിന്റെ രൂപത്തിന്മേൽ അതിനു മീതെ മനുഷ്യ സദൃശ്യത്തിൽ ഒരു രൂപവും ഉണ്ടായിരുന്നു. അവന്റെ അര മുതൽ മേലോട്ട് അതിനകത്ത് ചുറ്റും തീക്കൊത്ത ശുക്ലസ്വർണം പോലെ ഞാൻ കണ്ടു. അവന്റെ അര മുതൽ കീഴോട്ട് തീ പോലെ ഞാൻ കണ്ടു. അതിന്റെ ചുറ്റും പ്രകാശവും ഉണ്ടായിരുന്നു. 28 വാക്യം കൂടി വായിക്കാം. അതിന്റെ ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിന്റെ കാഴ്ച പോലെയായിരുന്നു. യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഇങ്ങനെ ആയിരുന്നു കണ്ടത്. അത് കണ്ടിട്ട് ഞാൻ കവന്നു വീണു. സംസാരിക്കുന്ന ഒരുത്തന്റെ ശബ്ദവും ഞാൻ കേട്ടു. The glory of God here is being our Lord and Savior Jesus Christ. The pre-incarnate Jesus Christ is being mentioned here, and the prophet couldn't help himself but he fell on his face. ദൈവത്തിന്റെ മഹത്വം മനുഷ്യാവതാരം ചെയ്ത യേശുക്രിസ്തുവിന്റെ ആ മഹത്വത്തിലൂടെ പ്രവാചകൻ കാണുകയും പ്രവാചകന് അതിനോട് പ്രതികരിക്കുന്നത് കവന്നു വീണ് അവനെ നമസ്കരിക്കുന്നതിലൂടെയാണ്. And later on, as we read Ezekiel chapter 10, we see how the glory of God leaves the temple because of people falling into their own sin. പിന്നീട് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തില് നാം കാണുന്നത് ദൈവത്തിന്റെ മഹത്വം ദേവാലയത്തിൽ നിന്ന് ജനങ്ങള് പാപം ചെയ്തപ്പോൾ വിട്ടുപോകുന്നതിനെ കുറിച്ചാണ്. And fast forwarding this a little bit more into the New Testament, we see that the glory of our God returns in the New Testament, and we see this fullness of glory of God in our Lord and Savior Jesus Christ. ഞാൻ വളരെ വേഗത്തിൽ പുതിയ നിയമത്തിലോട്ട് പോകട്ടെ. ഈ ദേവാലയത്തിൽ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ദേവാലയത്തിൽ നിന്ന് വിട്ടുപോയ ആ മഹത്വം വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത് യേശുക്രിസ്തുവിലൂടെ നാം പുതിയ നിയമത്തിൽ കാണുകയാണ്. And we see that this glory of God is still obscure to us because of his humanity. യേശുക്രിസ്തുവിന്റെ ആ മനുഷ്യരൂപത്തില് ദൈവത്തിന്റെ മഹത്വം അവ്യക്തമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. And we see that this veiled glory of our Lord and Savior Jesus Christ will be unveiled at his return. ഈ മറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ മഹത്വം യേശുക്രിസ്തുവില് അവന്റെ മടങ്ങി വരവില് പൂർണ്ണമായിട്ടും വെളിപ്പെട്ട് വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. Let's turn our Bibles to Revelation chapter 1 verse 7. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിലേക്ക് നമുക്ക് തിരിയാം. Behold, he is coming with the clouds, and every eye will see him, even those who pierced him, and all the tribes of earth will mourn over him. So it is to be. Amen. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ് ആമേൻ. We will see his unveiled glory in the millennial reign, and this will extend into his eternal glory. മറഞ്ഞിരിക്കുന്ന ആ മഹത്വം 1000 ആണ്ട് വാഴ്ചയിൽ നാം അവന്റെ മഹത്വത്തോടെ കാണും. And we will see this move on to eternity, where we will still see his unveiled glory. പിന്നീട് നാം നിത്യതയിൽ ഈ മറഞ്ഞിരിക്കുന്ന മഹത്വം അതിന്റെ പൂർണ്ണതയിൽ കാണും. And why am I saying all this? I just wanted to bring forth the importance of being in the presence of this great God who is full of glory and who has tabernacled, whose very presence is with us today.
എന്തുകൊണ്ടാണ് ഞാൻ ഈ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഇത്രമാത്രം പറയുന്നത്? ദൈവത്തിൻ്റെ ആ മഹത്വം, ഈ ദൈവം തൻ്റെ മഹത്വത്തിൽ ഇന്ന് നമ്മുടെ മധ്യത്തിൽ കൂടാരമടിച്ച് വസിക്കുന്നു. And what did Moses do in Exodus chapter 34, verses 8 and 9? We see that Moses quickly bowed down toward the earth and worshipped. എന്താണ് മോശ ചെയ്തതെന്ന് 34-ാം അധ്യായം അതിൻ്റെ 7-ഉം 8-ഉം വാക്യത്തിൽ നമ്മൾ കാണുന്നു. അവന് പെട്ടെന്ന് കമന്നു വീണ് അവനെ ആരാധിക്കുന്നു. So what I'm trying to tell you is our behavior. We need wisdom to make our behavior appropriate in the presence of the Lord. ഞാൻ പറയുന്നത് നമുക്ക് ജ്ഞാനം ആവശ്യമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ പ്രതികരണം ഏറ്റവും ഉചിതമായി തീർക്കുവാൻ വേണ്ടി. Like Moses, are we making God our first priority every day? മോശയെ പോലെ നമ്മളും ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഒന്നാമത്തെ ആ സ്ഥാനം കൊടുക്കുന്നുണ്ടോ? Are we quick to bow down before him, appreciating the glory and beauty of our Lord Jesus Christ? യേശുക്രിസ്തുവിൻ്റെ മഹത്വവും അവൻ്റെ ശ്രേഷ്ഠതയും കണ്ട് അവൻ്റെ മുൻപാകെ എത്രയും വേഗത്തിൽ സാഷ്ടാംഗം വീഴുവാൻ നാം തയ്യാറാണോ? Now we just spoke about what the reason why we need wisdom. Moving on to the third point that I'd like to share with you, we need to see how we can ask for wisdom. എന്തുകൊണ്ടാണ് നമുക്ക് ജ്ഞാനം ആവശ്യമായതിനെ കുറിച്ച് രണ്ടാമതായിട്ട് സംസാരിച്ചു. ഇനി മൂന്നാമത്തെ പോയിന്റിലേക്ക് നമുക്ക് കടക്കാം. Let's read James chapter 1 verse 5. But if any of you lack wisdom, let him ask of God, who gives to all generously and without reproach, and it will be given to him. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം, നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ വത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ. And when you ask God for this wisdom, there is a way that you ask the Lord for it. ഈ ജ്ഞാനത്തിനായിട്ട് നാം ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കുന്നതിന് ഒരു വഴിയുണ്ട്. Now we live in a generation where the culture is changing every day, and there used to be a time when if we wanted something from our parents or when we wanted something from our friends, we would say the word please. നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം, ഈ തലമുറ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരു സമയമുണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മുടെ മാതാപിതാക്കളോട് അല്ലെ സ്നേഹിതരോട് ചോദിക്കുന്നതിന് ഒരു രീതി ഉണ്ടായിരുന്നു, ദയവായിട്ട് തരാമോ എന്ന്. Now our wordings have pretty much changed, right? If we want something, we just say that, oh, okay, give it to me, I want it. ഇന്ന് നമ്മളുടെ ഭാഷയ്ക്ക് നമ്മുടെ ശൈലിക്ക് വ്യത്യാസം വന്നിരിക്കുന്നു. ഇന്നെന്തെങ്കിലും നമുക്ക് ആവശ്യമാണെങ്കിൽ ഈ സാധനം എനിക്ക് ആവശ്യമാണ്, അതിങ്ങ് തരണം എന്ന് നാം പറയും. I mean, so was the way that the prodigal son asked his father for the inheritance, right? അതുപോലെ തന്നെയാണ് മുടിയന ധൂർത്തപുത്രൻ തന്റെ അവകാശത്തിന് വേണ്ടി പിതാവിനോട് ചോദിച്ചതും. He basically asked him, give me the share of the estate that falls to me. ധൂർത്തപുത്രൻ എന്താ പിതാവിനോട് ചോദിച്ച അടിസ്ഥാനപരമായിട്ടും, പിതാവെ എന്റെ അവകാശം എനിക്ക് വിധിച്ചു തരണം. I mean, the funny part is that he had no right to any of his father's property when he was alive, and that was the culture back then. And still he felt that he deserved everything from his father. രസകരമായ കാര്യം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ആ സംസ്കാരത്തില് പിതാവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ മകന് പിതാവിന്റെ സ്വത്തില് അവകാശമൊന്നുമില്ലായിരുന്നു. എങ്കിൽ ഈ മകൻ വിചാരിച്ചു തനിക്ക് അവകാശമുണ്ട് എന്ന രീതിയിൽ പിതാവിനോട് ആവശ്യപ്പെടുകയാണ്. Dear brothers and sisters, we should think that we were undeserving of the grace of God, but out of love and mercy and compassion, he still chose to die for us on the cross.
പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്ക് യാതൊരുവിധ അവകാശങ്ങളും ഇല്ലാതിരുന്ന സമയത്തും നമ്മോടുള്ള സ്നേഹത്താല്, കർത്താവ് തൻ്റെ കൃപയാല്, അവൻ തൻ്റെ ദയയാല്, കരുണയാല് അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുവാൻ തയ്യാറായി. I mean, that alone should change our attitude when we ask God for wisdom, for guidance, for everything in our life, to ask in all humility. ഈ ഒരൊറ്റ കാര്യത്താല് നാം ദൈവത്തോട് ജ്ഞാനത്തിനായിട്ട്, നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും കരുണയ്ക്കുമായിട്ട് ചോദിക്കുമ്പോൾ നമ്മുടെ മനോഭാവത്തിന് വ്യത്യാസം വരണം. And as a next point, when we ask the Lord for something, when we ask the Lord for wisdom, let's not be like the double-minded person. അടുത്ത വസ്തുത ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുന്നത്, നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ ഇരട്ട മനസ്സുള്ളവരെ പോലെ നാം ദൈവത്തോട് ചോദിക്കരുത്. I mean, it's beautiful the way how which King Solomon asked the Lord for wisdom, right? ശലോമോന് ദൈവത്തോട് ജ്ഞാനത്തിനു വേണ്ടി ചോദിക്കുന്നത് എത്ര മനോഹരമായ രീതിയിലാണെന്ന് നമുക്ക് കാണാൻ കഴിയും. So he felt like a helpless little boy whom God had given this great responsibility to lead the nation of Israel. And one thing he asked the Lord is, "Oh Lord, give me an understanding heart." ശലോമോന് ഈ വലിയ രാഷ്ട്രത്തെ നയിക്കുവാൻ വേണ്ടി അവനെ ഏൽപ്പിച്ചപ്പോൾ നിസ്സഹായനായ ഒരു പൈതലിനെ പോലെ ആണ് അവന് തോന്നിയത്. അതിനാൽ അവൻ ഒരു കാര്യം ദൈവത്തോട് ചോദിക്കുന്നത്, ഈ വലിയ രാഷ്ട്രത്തെ നയിക്കുവാനുള്ള ആ ജ്ഞാനം എനിക്ക് ഗ്രഹിപ്പിച്ചു തരണമേ എന്നാണ്. I mean, we would think that this is an honest request from Solomon, which he probably thought at the time was honest. But we also know that Solomon had already started to become like a double-minded person, forming alliances with foreign countries and especially the Queen of Egypt. നമ്മൾ ഈ ഒരു ചോദ്യം ശലോമോന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അവൻ നിഷ്കളങ്കനായിട്ടാണ് ഇത് ചോദിക്കുന്നത് എന്ന ഒരു തോന്നൽ നമുക്കുണ്ടാകാം. ആദ്യമേ അവൻ ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെ ആയിരുന്നിരിക്കാം. എന്നാലും അവനിൽ ഇങ്ങനെ ഒരു ഇരട്ട മനസ്സ് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ശലോമോന് ആ അവസരത്തിൽ തന്നെ വിദേശ രാജ്യങ്ങളുമായിട്ട്, മിസ്രൈമിലെ രാജ്ഞിയുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ തുടങ്ങിയിരുന്നു. And we know how Solomon's life changes on, how he has all these immorality that he had in his life, and finally we see that his kingdom gets divided. പിന്നീട് ശലോമോന് എങ്ങനെയാണ് അധംപതിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ധാർമ്മികമായിട്ടുള്ള അധംപതനത്തിലൂടെ അവന്റെ രാജ്യം തന്നെ ശിഥിലമായി പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. And this is what happens to the double-minded person. It will be like the person who built his house on sand and not the foundation on Christ. ഇതാണ് ഇരട്ട മനസ്സുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അത് കർത്താവ് മണലിന്മേൽ വീട് പണിത മനുഷ്യന്റെ തുല്യമെന്ന് പറഞ്ഞിരിക്കുന്നത്. The rain fell and the floods came and the winds blew and slammed against that house and it fell, and great was its fall. മഴ പെയ്തു, കാറ്റടിച്ചു, പെരുവെള്ളമുണ്ടായി, ആ ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അതിന്റെ വീഴ്ച വലുതായിരുന്നു. So will be the fall of many of us if we are not careful, if we depend on our own wisdom and won't depend on the wisdom that God can give us. നമ്മളുടെ ജ്ഞാനത്തിൽ തന്നെ ആശ്രയിച്ച് ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ആശ്രയിക്കാതെ ജീവിക്കുന്നവരുടെ വീഴ്ചയും ഇതുപോലെയുള്ള വലിയ വീഴ്ചകളായിരിക്കും. And the last point I'd like to share with you is about fearing the Lord, which is the beginning of wisdom, as we read in Proverbs chapter 1 verse 7. അവസാനത്തെ പോയിന്റ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. സദൃശവാക്യത്തിൽ നിന്നും 1-ാം അധ്യായത്തിൽ നമ്മൾ കേട്ടതുപോലെ ദൈവഭയമാണ് ജ്ഞാനത്തിന്റെ ആരംഭം. And when we hear the word fear here, it doesn't mean the kind of fear that is so fearful and trembling and which is filled with so much guilt before the Lord. It is not that kind of a fear that is being spoken about here. ഭയം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന
ആ ഒരു ഭയം എന്ന വാക്കല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ മുട്ടുവിറയ്ക്കുകയും നമ്മുടെ ഹൃദയം കൂടുതലായി ഇടിക്കുവാൻ തുടങ്ങുന്നത്, അങ്ങനത്തെ ഒരു ഭയമല്ല. Here, the meaning of fear means many things. It means love, it means obedience, it means submission. It also means an awe in reverence to our Lord. ഇവിടെ ഭയം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അനുസരണം, കീഴ്പ്പെടല്, ദൈവത്തോടുള്ള ആ ബഹുമാനം, ആദരവ്, ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. And I'd like to rephrase this verse by saying love of the Lord is the beginning of wisdom. ഈ ഒരു വാക്യം ഞാൻ എൻ്റെതായ രീതിയിൽ രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ദൈവ സ്നേഹമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. Trusting the Lord is the beginning of wisdom. ദൈവത്തിലുള്ള ആശ്രയമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. Obeying the Lord consistently is the beginning of wisdom. സ്ഥിരതയോടുകൂടെയുള്ള അനുസരണമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. Listening to God and acting on it is the beginning of wisdom. ദൈവത്തെ ശ്രവിക്കുകയും അതിന്മേൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. Being submissive to the Lord is the beginning of wisdom. ദൈവത്തിന് കീഴ്പ്പെടുന്നതാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. Being in awe of the Lord and not being in awe of yourself is the beginning of wisdom. ദൈവത്തെക്കുറിച്ചുള്ള ആ ബഹുമാനവും ഭക്തിയും, നമ്മളെക്കുറിച്ചുള്ള ഭക്തിയും ബഹുമാനവും അല്ല, ദൈവത്തെക്കുറിച്ചുള്ള ഭക്തിയും ബഹുമാനവുമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. And what does this all mean? This means that all this means in another way is a relationship with the Lord is the beginning of wisdom. ഇതെല്ലാം ചുരുക്കത്തിൽ അർത്ഥമാക്കുന്ന എന്താണ്? അതിൻ്റെ സത്ത് ഇതാണ്, ദൈവവുമായിട്ടുള്ള ബന്ധമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. We may have all the understanding of the Bible and everything in it, which is good because our Lord asks us to grow in knowledge. But at the end of the day, with all this, if we are not walking with Jesus, if we do not have a relationship with Him, we really don't. All of that is just a waste. നമുക്ക് വേദപുസ്തകത്തെക്കുറിച്ച് ആഴമായിട്ടുള്ള അറിവും ജ്ഞാനവും ഗ്രാഹ്യവുമൊക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ അത് മോശമാണെന്നല്ല, അത് വേണമെന്ന് തന്നെയാണ് കർത്താവ് പറയുന്നത്. പക്ഷേ ദിവസത്തിൻ്റെ അവസാനത്തിൽ നാം ദൈവത്തോടുള്ള ബന്ധത്തിൽ കർത്താവുമോട്ട് യേശുവുമായോടൊത്ത് നടക്കുകയും യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുന്നുമില്ലെങ്കിൽ ഇതെല്ലാം നിഷ്പ്രയോജനമത്രേ. So just to conclude, we spoke about what wisdom is. ചുരുക്കമായിട്ട് നമ്മൾ സംസാരിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞു. And we in that section we spoke about the importance of wisdom because we live in God's world, so we should be living in God's way. ഈ ഒരു ഭാഗത്ത് നാം ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞു, ജ്ഞാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. കാരണം നാം ദൈവത്തിൻ്റെ ലോകത്തിലാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് ദൈവത്തോടൊത്ത് നടക്കുന്നതിൻ്റെ പ്രാധാന്യം. And as a second point, we discussed why we need wisdom. രണ്ടാമതായിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് ജ്ഞാനം ആവശ്യമായിട്ടുള്ളതിന് എന്നതിനെക്കുറിച്ച് സംസാരിച്ചു. We need wisdom so that our behavior towards God is right. And once our behavior towards God is right, so will our behavior towards everyone around us be. നാം ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞു, എന്തുകൊണ്ടാണ് നമുക്ക് ജ്ഞാനം ആവശ്യം. അതുവഴി നമുക്ക് ദൈവത്തോടുള്ള നമ്മുടെ സ്വഭാവവും നമ്മുടെ പെരുമാറ്റവും ശരിയായിരിക്കുകയും അങ്ങനെ ദൈവത്തോടുള്ള പെരുമാറ്റം ശരിയായി കഴിയുമ്പോൾ മറ്റുള്ളവരുമായിട്ടുള്ള ആ പെരുമാറ്റവും സ്വഭാവവും നേരെയാകും. We learned about God for wisdom in all humility. നമ്മൾ ജ്ഞാനത്തെക്കുറിച്ച് ഏറ്റവും താഴ്മയോടുകൂടി എളിമയോടുകൂടെ ആയിരിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് ചിന്തിച്ചു. We learned about not being like the double-minded person. നമ്മൾ എങ്ങനെയാണ് ഇരട്ട മനസ്സുള്ളവരെ ആകാതിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചിന്തിച്ചു. You cannot love the world and love the Lord at the same time. നമുക്ക് കർത്താവിനെയും ലോകത്തെയും ഒരുപോലെ ഒരേ സമയത്ത് സ്നേഹിക്കാൻ പറ്റത്തില്ല.
And the last point we learned today is a relationship with our Lord and Savior Jesus Christ. Having a constant, active, daily relationship with Him is the beginning of wisdom. ഏറ്റവും അവസാനമായിട്ട് നാം ചിന്തിച്ചത് നമ്മുടെ കർത്താവുമായിട്ടുള്ള ആ ബന്ധമാണ്. തുടർമാനമായിട്ടുള്ള ബന്ധം നമ്മുടെ അനുദിന ജീവിതത്തിൽ എങ്ങനെയാണ് ഉണ്ടായിരിക്കേണ്ടതിനെ കുറിച്ച്. That is the beginning of wisdom. അതാണ് ജ്ഞാനത്തിന്റെ ആരംഭം. Praise God. May His name be glorified. ദൈവനാമം മഹത്വപ്പെടട്ടെ, അവന്റെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. കർത്താവായ ദൈവമേ,